we observe the National Reading Day on June 19th. The celebration is marked in honor of Sri P. N. Panikkar, the father of the library movement. It gives the message, read and grow, to the children all over India. And all of us know the advantages of reading books. Books enriches our vocabulary. Books kindle our imagination. Books enhances the knowledge. Books transport us to a different world. Books are our best friends, and there are many more advantages of reading books. Today, on this very special day, we have something very special for you. Now, we are going to find out more about the book characters that fascinated a very special group of people during their childhood. So, aren't you excited? Come on, here we go. Today, June 19, Reading Day. ഞാൻ നിങ്ങളോട് പുസ്തകം വായിക്കണമെന്ന് പറയുന്നതേയില്ല. സന്തോഷമായല്ലോ. എന്റെ പേരൻസിൽ നിന്നും ഗ്രാൻഡ് പേരൻസിൽ നിന്നും ചെറിയ കഥകൾ കേട്ടും അവർ വായിച്ചു തന്നും കഥകൾ മനസ്സിലാക്കിയിരുന്നു. നല്ല മോറലുള്ള കഥകൾ. ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ അക്ഷരങ്ങളുള്ള കൊച്ചു പുസ്തകങ്ങൾ വാങ്ങിത്തന്നു. അതിൽ ബൈബിൾ കഥകളും രാമായണ കഥകളും ഉണ്ടായിരുന്നു. അവയിൽ ചില കഥകൾ വളരെ ഇഷ്ടമായിരുന്നു. ദാവീദും ഗോലിയാത്തും, ദാനിയേൽ സിംഹക്കൂട്ടിൽ, ജോസഫും 11 സഹോദരന്മാരും, യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. രാമായണത്തിൽ ദശരഥ മഹാരാജാവും 3 ഭാര്യമാരും 4 മക്കളും. പിന്നീട് വലിയ രാമായണവും ബൈബിളും വായിച്ച് കഥകൾ കൂടുതൽ ഹൃദയസ്ഥമാക്കി. അപ്പച്ചൻ ബെഡ് ടൈം സ്റ്റോറീസ് വായിച്ചു തരുമായിരുന്നു. ഞാനും ഇംഗ്ലീഷ് സ്റ്റോറി ബുക്സ് വായിക്കാൻ തുടങ്ങി. സിൻഡർല, സ്ലീപ്പിംഗ് ബ്യൂട്ടി, 3 ബേഴ്സ്, റോബിൻ ഹുഡ്, ബൈബിൾ സ്റ്റോറീസ് ഇവയെല്ലാം നമ്മുടെ സ്കൂളിൽ ലൈബ്രറിയിലുണ്ട്. കൊച്ചു ക്ലാസ്സുകളിൽ സിൻഡർല, സ്ലീപ്പിംഗ് ബ്യൂട്ടി ഡ്രാമ ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ കഥകളെല്ലാം മറക്കുന്നില്ല. അങ്കിളുമായി ധാരാളം പുസ്തകങ്ങൾ വായിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. പദ്യപാരായണവും ചെയ്തിരുന്നു. നല്ല ഓർമ്മകൾ മാത്രം. എനിക്ക് 85 വയസ്സാകുന്നു. മക്കളെ പഠിപ്പിച്ചും വീട്ടുജോലികൾ ചെയ്തും സ്കൂളിലെ ചുമതലകൾ വഹിച്ചും പോകുമ്പോൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുവാൻ ആവശ്യവും അവസരവും വന്നു. ദൈവം സഹായിച്ചു. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കോകരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, എസ്സേ, സ്റ്റോറി ടെല്ലിംഗ്, എല്ലാ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ നിക്കോൾസൺ ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ ധാരാളം ഹൗസ് വൈഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ വന്നതിൽ ഞങ്ങൾ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് റെഫറൻസ് ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഒരാളെ കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാൻ സമയമില്ല. ഹൗസ് ലീഡേഴ്സ് 66 പുസ്തകമുള്ള ബൈബിൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 2, 4, 6 പുസ്തകങ്ങൾ ഓരോരുത്തർക്കായി എന്ന വിധത്തിൽ. എനിക്ക് കിട്ടിയ 42 അധ്യായങ്ങൾ ഉള്ള ഇയ്യോബ്, 150 അധ്യായങ്ങളുള്ള സങ്കീർത്തനം. അതിൽ സങ്കീർത്തനം ആദ്യം വായിച്ചു തീർത്തു. ഇയ്യോബ് വായിക്കുവാൻ തുടങ്ങി. അതിൽ കേക്കിന്റെ പല ഇൻഗ്രീഡിയൻസിനും പേരുകൾ കിട്ടി. ആർക്കും കിട്ടാതിരുന്ന മുട്ട എന്ന ഇൻഗ്രീഡിയൻറ്റ് ഇയ്യോബ് 6ാം അധ്യായത്തിൽ 6ാം വാക്യത്തിൽ നിന്ന് കിട്ടി. ഞാൻ തന്നെ വായിച്ച് കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ ഹൗസ് ഫസ്റ്റ് ആകാനും സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ ആത്മാർത്ഥമായി പങ്കെടുക്കണം. അങ്ങനെ റീഡിംഗ് ഡേയിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. Hello dear children. Toto Chan is a famous autobiographical memoir written by Ketsuki Kuronagi. This is a story about a young girl named Toto Chan who is hyperactive,
naughty, and creative. The story begins with her mother being called to the school by the teacher because she is expelled from the school. When the mother meets the teacher, she tells her that she is always disrupting the other students. She always opens and shuts the top of her desk, looks out of the window. She calls out the street musicians, and even they come near the window and play the music loud right at the window. She looks at the swallows sitting on the roof of the classroom and speaks to them. So her mother decides to take Toto-chan to another school. The next day, both of them reach the other school, which is named Tomo. Toto-chan is fascinated to see the new school, which looks like a train, because the classrooms were made up of old railway carriages. When she meets the principal of the school, whose name is Sosaku Kobayashi, she becomes even more happier because he is a very simple and friendly person, and he listens to her for hours. The first question she puts forth is, "Are you a schoolmaster or a station master?" And he replies, "I am the headmaster of the school." This school has only 50 students, and they all used to have their lunch in the assembly hall. During the lunch, the headmaster would make his usual rounds and he would ask them, "Do you have something from the ocean and something from the land in your lunch boxes?" There was no fixed timetable in the school. The children could study according to their interests. They could do maths, they could do English, then drawing, painting. The teachers just used to observe them and find out their interests, skills, and character. She got a new friend in Tomo whose name was Yasuki, and he was struck by polio. But she made him to climb a tree, for which he was very grateful to Toto-chan. They had regular school walks, wherein they would see the birds, butterflies, flowers, and temples. And these children never realize that they are learning biology, science, and history. Once, when Toto-chan went to the toilet, she dropped her favorite purse into the toilet hole because she had a habit of peering into the toilet hole. So she wanted her purse back and she worked hard for it. She cleared the cesspool for finding out her purse. But it was in vain, and at the end, the headmaster asked her to put everything back in the proper place. So she had to do a tremendous job putting back the things she had taken out of the cesspool. There was a swimming pool in their school where the children would swim without clothes. They were not allowed to put their swimsuits because the headmaster wanted to understand that all bodies are beautiful. Once the children came to know that a new railway carriage is arriving at the school, so they all planned to stay back in the school at night to see the new railway carriage. And this new carriage was going to be their library car.
a subject named eurythmics was also taught in the school, and it was a special kind of rhythmic education. Once she went for a fair with her parents and she wanted to have the chicks. The parents refused to buy it for her, telling her that they are short-lived. But she insisted, she cried, and finally they bought 2 chicks for her. These chicks stayed only for 4 days and then they died. Toto-chan was very sad. Her favorite friend at home was Rocky, who was a German shepherd. She used to narrate everything to Rocky and she used to play with him. Once, while playing with Rocky, accidentally it bit her ear. It started bleeding profusely and her ear was dangling. She was taken to a doctor and the doctor fixed her ear. Once, when Toto-chan was returning from the school, she saw a heap of sand. So she jumped onto the heap and she didn't know that inside the sand, it was wall plaster. So she couldn't come out of the pile, she was stuck inside it, and finally her mother came and pulled her out of the heap of sand. And when she came out, her full body was covered with grey plaster. These children used to have sports day in their school. And you know, during the sports day, the children who received the prizes, they used to get the vegetables. The vegetables were given as the prizes. The music notes were also taught in the school. And again, the music notes were taught in the assembly hall. They were given a piece of chalk and they were allowed to write on the floor. And after the classes, they had to erase it. So the children of Tomo never had the habit of scribbling on the wall. She loved to braid her hair because she wanted to braid her hair like the senior girls. She thought that the pigtails were the emblem of the senior girls. So she asked her mother to braid her hair for her. She made 2 pigtails and went to school. All the children teased her, saying that they were the pigtails, and she even had a fight with a boy for that. She also learned to say thank you and she started using it often. Finally, the library car was set in the school and the children started spending hours in the library reading different books. One day, a farming teacher came to the school. Actually, he was a real farmer and he taught them different lessons on farming, that is how to hoe, how to make furrows, how to remove the weeds, how to spread the fertilizers in the field, etc. And all the children enjoyed the class because it was actually an experiential learning for the children. The headmaster of the school always used to tell Toto-chan, "You are a good girl." And she used to reply, "Yes, I am a good girl." One day, an English-speaking boy from America came to their class. He used to teach them English and instead they used to teach them Japanese. Finally, there was a war in Japan and the story ends by a note that Tomo school was burned down
and the last lesson of the story is titled as Sayonara, Sayonara. I really love this book because this book is a theme of education which clearly elaborates the child's needs: love, care, attention, tears, happiness, innocence, and realization. Now, the writer of the book, she is a famous TV personality and she works for the welfare of the deaf students, and she also teaches them the sign language. Thank you very much. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഘുനാഥൻ പിള്ള, വാർവൻ സ്കൂളിന്റെ ചെയർമാനാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് 5ഓ 6ഓ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ വായിച്ച ഒരു റഷ്യൻ ഫിക്ഷനാണ്, സയൻസ് ഫിക്ഷനാണ്. ഇതില് പറഞ്ഞിരിക്കുന്നത് 2-3 റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ഒരു പ്രത്യേക മെഷീൻ കണ്ടുപിടിച്ചു. ഈ മെഷീന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇതിന് വലിയൊരു ഡയലുണ്ട്. ആ ഡയൽ ഒരു മിററാണ്. ഈ മിററിൽ സൂര്യപ്രകാശം പതിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ വർക്കെന്ന് പറയുന്നത്, ഇതിന്റെ മുന്നിലുള്ള ബ്ലേഡുകൾ ഉപയോഗിച്ച് ഏത് മെറ്റലിനെയും കട്ട് ചെയ്ത് ഇതേ രൂപത്തിലുള്ള മറ്റൊരു ചെറിയ മെഷീൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇതിന് വളരെയധികം യുദ്ധ സാമഗ്രികളുടെ കാര്യത്തിലും ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഇതിന്റെ പരീക്ഷണത്തിനായിട്ട് ഈ 3 ശാസ്ത്രജ്ഞന്മാർ കുറച്ച് ദൂരെയുള്ള ഒരു ഐലൻഡിലേക്ക് പോയി. അവര് ഇതിന്റെ കൂട്ടത്തിൽ കുറേയധികം മെറ്റൽസും കൊണ്ടുപോയി. എന്നുവെച്ചാൽ ഈ മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ മെറ്റൽസ് വേണം. ഇവർ ഏകദേശം ഒരു നൈറ്റ് ടൈമിലാണ് അവിടെ എത്തിയത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മെഷീനൊക്കെ അസംബിൾ ചെയ്ത്, ഒരു നേരം പ്രഭാതമായപ്പോൾ മെഷീനൊക്കെ അസംബിൾ ചെയ്ത് ഐലൻഡിന്റെ മുന്നിലായിട്ട് വെച്ചു. അവിടെ അവരുടെ കൂടാരത്തിന് മുന്നിലായിട്ട് വെച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് സൂര്യപ്രകാശം അടിച്ചപ്പോൾ മെഷീൻ അതിന്റെ വർക്ക് തുടങ്ങി. അവരിങ്ങനെ മെറ്റൽസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊരു ചെറിയ മെഷീനെ കുറെ മണിക്കൂറുകൾക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഈ വലിയ മെഷീനും ചെറിയ മെഷീനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് തുടങ്ങി. അപ്പോഴേക്കും ഏകദേശം നൈറ്റ് ആയപ്പോൾ മെഷീന്റെ വർക്ക് സ്റ്റോപ്പായി. എന്നിട്ട് അവര് റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത ദിവസത്തെ പരീക്ഷണത്തിനായിട്ട് കാത്തിരുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഈ മെഷീൻസ് വർക്ക് തുടങ്ങി. അവർക്ക് ഒരു കാര്യം കാണാൻ സാധിച്ചു. അതായത്, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മെഷീനേക്കാളും വലിയൊരു മെഷീനാണ് ഇതിന് ശേഷം ഉണ്ടായത്. അതവര് ഒബ്സർവ് ചെയ്തു. ഓരോ സമയങ്ങളിലും ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് ഈ മെഷീൻ ഉണ്ടാക്കുന്ന സമയത്തിന്റെ പരിധി കുറയുന്നതായിട്ട് കണ്ടു. ആദ്യം 3-4 മണിക്കൂർ വേണമായിരുന്നു. പിന്നെ അത് കുറഞ്ഞിട്ട് 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ആയി. ഏകദേശം വൈകുന്നേരമായി. മെഷീന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഐലൻഡില് 10-15 മെഷീനായി. എന്നിട്ട് അവരെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ ഇതേ രൂപത്തിലുള്ള വർക്ക് തുടങ്ങി. അവരൊരു കാര്യം മനസ്സിലാക്കി, അവരുടെ മെറ്റലിന്റെ സ്റ്റോക്ക് തീരാറാകുന്നു. അവരുടെ മെയിൻ ലാൻഡിലോട്ട് അറിയിച്ചു, സ്റ്റോക്ക് തീരാറാവുന്നു, ഉടനെ മെറ്റൽസ് എത്തിക്കണം
അതുപോലെ ആൾക്കാരെയും വിടണം എന്ന് അറിയിച്ചു. അതുകൊണ്ട് അവർ വറീഡൊന്നുമല്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേനും മെഷീൻ്റെ വർക്ക് കഴിഞ്ഞു. വളരെ ഹ്യൂജായിട്ടുള്ള 2-3 മെഷീൻ ഉണ്ടായതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത ദിവസം മെറ്റൽസ് എത്തിയില്ല. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവർക്കൊരു കാര്യം കാണാൻ സാധിച്ചു. അവർ കിടക്കുന്ന ടെന്റില് എന്തോ ഇങ്ങനെ പരതുന്ന പോലെ തോന്നി. അപ്പൊ നോക്കിയപ്പോഴ് അവര് രാത്രിയിലും ആ മെഷീൻസ് വർക്ക് ചെയ്യുകയായിരുന്നു. അതായത് മൂൺ ലൈറ്റ് വരെ അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അവരുണ്ടായിരുന്ന മെറ്റൽസ് കംപ്ലീറ്റ് തീർന്നു. എന്നിട്ട് ഇവരുടെ ഫുഡ് പാക്കറ്റ്സ്, ഇവരുടെ ഫുഡ് ടിൻസ് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഫുഡ് ടിൻസ് തിരയുകയാണ് ചെയ്യുന്നത്. അവർ വളരെ പാനിക്കായി. പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റു. നോക്കിയപ്പോൾ വളരെയധികം വലിയ വലിയ മെഷീൻസ്. അവർ ഐലൻഡിന്റെ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയി. അവരുടെ ടെന്റൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് അവർക്കൊരു കാര്യം കാണാൻ സാധിച്ചത്, മെറ്റൽ ഇല്ലാതിരുന്നപ്പോൾ, മറ്റ് മെറ്റൽസ് ഇല്ലാത്തതുകൊണ്ട് ഈ മെഷീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് വലിയ മെഷീൻ ചെറിയ മെഷീനെ തകർത്ത് വീണ്ടും വീണ്ടും വർക്ക് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവര് വളരെ വറീഡായി. മെയിൻലാൻഡിൽ നിന്ന് യാതൊരു റിപ്പോർട്ടും വരുന്നില്ല. ഏകദേശം ഈവനിങ് ആയി. മെഷീന്റെ വർക്ക് കുറഞ്ഞു തുടങ്ങി. നേരത്തെ ഉള്ളതിലും കുറഞ്ഞു തുടങ്ങി. എന്നാലും കുറെ കൂടെ 8 മണി 9 മണി വരെയൊക്കെ വർക്ക് പോകുന്നുള്ളൂ. രാത്രിയിൽ അവരൊരു മൂലയ്ക്ക് കിടന്നു. ഏകദേശം അർദ്ധരാത്രി ആയപ്പോൾ ഒരു സയന്റിസ്റ്റിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ മുഖത്ത് ഇത് പരതുന്നു. നോക്കിയപ്പോൾ ഒരു മെഷീനാണ്. അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീത്ത് മെറ്റൽ കൊണ്ട് കവർ ചെയ്തായിരുന്നു. അപ്പോൾ ആ ടീത്ത് ഊരിയെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് മനസ്സിലായി. അവരൊരു വിധത്തിൽ രക്ഷപ്പെട്ടു. വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഇതുവരെ മെയിൻലാൻഡിൽ നിന്ന് ബോട്ടൊന്നും വന്നിട്ടില്ല. അവർ കടലിലേക്ക് ഇറങ്ങി. കടലിലേക്ക് ഇറങ്ങിയപ്പോൾ കാണാൻ സാധിച്ചത് ആ മെഷീൻസ് അവരെ ഫോളോ ചെയ്യുന്നതായിട്ടാണ്. വെള്ളത്തിൽ നീന്തി മെഷീൻസ്, ഹ്യൂജായിട്ടുള്ള മെഷീൻ ഒരു ലിമിറ്റ് വരെ വന്നു. അവർ നീന്തി. താങ്ക് ഗോഡ് മെയിൻലാൻഡിൽ നിന്നുള്ള ബോട്ട് വരുന്നു. അവരെ ആ ബോട്ട് രക്ഷപ്പെടുത്തി. പെട്ടെന്ന് ബോട്ട് തിരിച്ചു പോന്നു. കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മെഷീൻ അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് അവർ സംശയിച്ചു. അവർ മെയിൻലാൻഡിലെത്തി. കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തു. ഈ കഥയിൽ നിന്ന് അവർ മനസ്സിലാക്കിയത്, ഈ സംരംഭത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, മനുഷ്യൻ സയൻസിനെ അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളെ മനുഷ്യന്റെ അധപതനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അത് പാടില്ല. നമ്മുടെ കോവിഡിന്റെ ഈ സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണെന്നൊക്കെ കേൾക്കുന്നു. എല്ലാ കുട്ടികളും ഇത് ഇഷ്ടപ്പെട്ട് കാണും. ഇതൊരു സയൻസ് ഫിക്ഷൻ ആണെന്നുള്ള മനസ്സിലാക്കി ഇതേ രീതിയിലുള്ള കൂടുതൽ കഥകൾ വായിച്ച് സയൻസിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.